ഹോംവർക്ക് ചെയ്തിട്ടില്ല. ഹോംവർക്ക് ചെയ്തില്ലെന്നോ? പിന്നെ നിനക്കെന്തായിരുന്നു അവിടെ ജോലി? എന്തിനാണ് പിന്നെ പഠിക്കാനാണെന്ന് പറഞ്ഞ് ബാഗും തൂക്കി ഇങ്ങോട്ട് വരുന്നത്? ഉച്ചക്കഞ്ഞി കുടിക്കാനോ? അതല്ല ടീച്ചർ, ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആരുടെ? നിന്റെയോ? ഓൾ സൈലൻസ്. എന്താണ് ഇത്ര ചിരിക്കാൻ? അതിന് മാത്രം എന്ത് കോമഡിയാണോ ഇവിടെ നടന്നിരിക്കുന്നത്? ആരുടെ കല്യാണമായിരുന്നു? അപ്പച്ചിയുടെ കല്യാണമായിരുന്നു. അതുകൊണ്ട് എഴുതിക്കൊണ്ടുവരണ്ടെന്നാണോ? വീട്ടിൽ നിറച്ചു ആളുകളായിരുന്നു. ഇരിക്കവിടെ. എടാ ഇക്രു, നീ ചിരിക്കൊന്നും വേണ്ട, നിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ദേ ഇക്രു, നീ ഇന്നലെ ഹോംവർക്ക് ചെയ്താ? ഇല്ല ടീച്ചറെ. എനിക്ക് മൈഗ്രെയിന്റെ തലവേദന ആയിരുന്നു. നിനക്ക് എന്നും പറയാനായിട്ട് ഓരോ എക്സ്ക്യൂസ് ഉണ്ടല്ലോ. പൊടിമോൾ ഹോംവർക്ക് ചെയ്താ? ചെയ്തു ടീച്ചറെ. മണിമോൾ ചെയ്താ? നീ ഇന്നലെയും ഉറങ്ങിക്കാണുമല്ലേ? സോറി ടീച്ചർ, ഞാൻ നാളെ ചെയ്തോളാം. ആദ്യം ഞാൻ നോട്ട്ബുക്ക് വാങ്ങിയിട്ട് 10 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയിരിക്കണം. കേട്ടല്ലോ? മുത്തിന്റെ നോട്ട്ബുക്ക് ഇങ്ങ് തന്നേ. എല്ലാം കറക്റ്റ് ആയി ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഹാൻഡ് റൈറ്റിംഗ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു ടീച്ചർ. എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേ. ഇത് കണ്ടോ, മുത്ത് എത്ര ഭംഗിയായിട്ടാ എഴുതി കൊണ്ടുവന്നിരിക്കുന്നേ. അവളുടെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടോ നിങ്ങള്? എന്ത് രസാ കാണാൻ. ശ്രമിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ആവാം. നിങ്ങൾക്കും ഇതുപോലെ കൈയക്ഷരം മനോഹരമാക്കാൻ സാധിക്കും. ഹോംവർക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല, പല്ല് വേദന, തലവേദന, കല്യാണം, കളിയാട്ടം, ഇങ്ങനെയൊക്കെ ഓരോ കാരണങ്ങൾ പറയുന്നവരില്ലേ, ഈ മുത്തിനെ കണ്ടുപിടിക്കണം. പുലർച്ചെ 5 മണി മുതൽ 6 മണി വരെയുള്ള സമയങ്ങളിലാണ് ഇവിടൊക്കെ ചെയ്തു തീർക്കുന്നത്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഇവിടെ ഉണ്ടോ? അത് പിന്നെ ഞങ്ങൾക്ക് ഉറക്കം തേക്കേണ്ട ടീച്ചറെ. എത്ര വരെ കടന്നുറങ്ങിയിട്ട് തന്നെ ഉറക്കം മതിയാവണില്ല. പിന്നെ ഇപ്പൊ 5 മണിക്ക്. അതാണ് പറഞ്ഞത്, മുത്തിനെ കണ്ടുപിടിക്കാൻ. അല്ലാതെ ആ സമയത്ത് പുതച്ച് മൂടി കിടന്നാലൊന്നും ഒന്നും നടക്കില്ല. ടീച്ചർ എഴുന്നേൽക്കോ 5 മണിക്ക്? എടാ മരത്തലയാ, ഞാൻ എഴുന്നേറ്റാൽ നീയൊക്കെ പഠിക്കോ? നീ പഠിക്കണമെങ്കിൽ നീ തന്നെ എഴുന്നേൽക്കണ്ടേ? എന്തുമാത്രം വീട്ടുജോലിയൊക്കെ തീർത്തിട്ടാ ഈ കുട്ടി സ്കൂളിലേക്ക് വരുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? എന്നിട്ടും അവൾക്ക് ഒരു കാര്യവും പറ്റില്ലെന്ന് അവൾ പരാതി പറയാറില്ല. അവൾക്ക് ഈ സ്കൂൾ വിട്ട് പോയാൽ വീട്ടിൽ നിറയെ ജോലിയാ. എന്നിട്ടും ഈ ക്ലാസ്സിലെ 1ാം സ്ഥാനക്കാരി ആരാ? ഈ ക്ലാസ്സിൽ 1ാം സ്ഥാനം നിൽക്കുന്നത് ആരാ? പറയൂ കുട്ടികളെ, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയല്ലേ? ഈ കുട്ടിക്കാരൻ ട്യൂഷൻ കൊടുക്കുന്നില്ല, വീട്ടിലാരും ഇവളെ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. എന്നിട്ടും മുത്ത് ക്ലാസ്സിൽ ഫസ്റ്റാ. കാരണം എന്താ? എന്തുകൊണ്ടാ? പരിശ്രമം, അത് മാത്രം മതി. നിങ്ങൾക്കറിയാലോ, ഈ ക്ലാസ്സിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം അറിയുന്ന കുട്ടി ഏതാ? മുത്ത്. ഏത് കണക്കും ശരിയായിട്ട് ചെയ്യുന്നത് ആരാ? മുത്ത്. ഓൾക്ക് ബുദ്ധി ഇത്തിരി കൂടുതലാ ടീച്ചറെ, അതാണ് കാര്യം. നിന്റെ കല്ലെന്താടാ, കളിമണ്ണാണോ? വേഗം നടന്നു പാടി. നിനക്കെന്താ നടന്നിട്ട് നീങ്ങുന്നില്ലേ? എന്തിനാ മണിക്കുട്ടി എന്നോട് ഇത്ര ദേഷ്യം? ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ വരുന്നുണ്ടല്ലോ, പിന്നെന്തിനാ എന്നെ വെറുതെ വഴക്ക് പറയുന്നേ? ദേ, നീ നമ്മുടെ വീട്ടിലെ നിനക്ക് ഒരുപാട് ജോലി ഉണ്ടെന്ന് ടീച്ചറോട് പറഞ്ഞു കൊടുത്തില്ലേടി? ഇല്ല മണിക്കുട്ടി, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ നീ പറയാതെ എങ്ങനെ ടീച്ചർ അറിഞ്ഞേ? ചോദിച്ചു നോക്ക് മണിക്കുട്ടി, ചോദിച്ചു നോക്ക്. ഞാനേ വീട്ടിൽ അങ്ങോട്ട് ചെല്ലട്ടെ, മമ്മിയോടൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. നീ സ്കൂളിലൊക്കെ പോയിട്ട് ടീച്ചർമാരോടൊക്കെ പറഞ്ഞു കൊടുക്കൂലേ? ഇല്ല മണിക്കുട്ടി, ഞാൻ ടീച്ചർമാരോടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ അമ്മയാണ് സത്യം. അല്ല മണിക്കുട്ടി, അവൾ പറഞ്ഞു, അല്ലാതെ ടീച്ചർ എങ്ങനെ അറിയുന്നേ? ഇപ്രാവശ്യം അവൾ കള്ളം പറഞ്ഞിട്ടില്ല എന്നുള്ള നേരാ. കാരണം അവളെ അവളുടെ അമ്മയെ തൊട്ടാ സത്യം ചെയ്തത്. എന്നാലും ആ പഠിച്ച കളിനെ ഒന്ന് വിശ്വസിക്കണ്ട മണിക്കുട്ടി. സത്യാണോ? നീ പറഞ്ഞിട്ടില്ല?
കണ്ടില്ലേ, ഇവിടെ നിറയെ ഫ്രൂട്ട്സാ. മണിക്കുട്ടി എന്തുണ്ടോ? മണിക്കുട്ടി എനിക്കൊരു ആപ്പിൾ കഴിക്കണം. അതിനുണ്ടോ നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ. അതിനെന്തിനാ കാശ്? പിന്നെ നീ എന്താ പറയുന്നത്? കാശില്ലാതെ കട്ടെടുക്കാനോ? അതല്ലടി, നമ്മുടെ കൂടെ ഒരു ജോലിക്കാരിയില്ലേ, അവളെ കൊണ്ട് ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യിപ്പിച്ചാ പോരെ? അപ്പൊ അയാൾ നമുക്ക് ആപ്പിൾ തരില്ലേ കഴിക്കാൻ? അങ്ങനെ നടക്കുന്നുണ്ടോ? നീ വാ, നമുക്ക് ചോദിച്ചു നോക്കാം. എത്ര കിലോ വേണം മക്കളെ? ചേട്ടാ, ഞങ്ങൾക്ക് ഒരു ആപ്പിൾ കഴിക്കാൻ വേണം. കാശൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? കാശ് ആ, അതാണ് കാര്യം. സ്കൂളിന്റെ അടുത്തേ ആകുമ്പോഴേ കുട്ടികൾക്ക് കടം പറയുന്ന പണി അത് ഇവിടെ നടക്കൂല. ചേട്ടാ, ഞങ്ങൾക്ക് കടമൊന്നും വേണ്ട. എന്നാലേ കാശ് ആദ്യം അങ്ങോട്ട് എടുത്തോ, അല്ലെങ്കിലേ ഫ്രൂട്ട്സ് കൈ കിട്ടിയാല് അങ്ങോട്ട് ഓടിക്കളയും. അങ്ങനെയല്ല ചേട്ടാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ആപ്പിൾ കഴിക്കാൻ തന്നാ മതി. അപ്പോ എനിക്കെന്താ ഗുണം? നിങ്ങൾ എനിക്ക് കാശ് തരുന്നില്ലെന്നോ? ഏയ് ചേട്ടാ, അങ്ങനെ പറഞ്ഞൂടാ. നിങ്ങളുടെ ഈ 4 പുറം വൃത്തികേടായി കിടക്കുന്നത് കണ്ടോ? ഇവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി തരും. ആര്? ഈ ഇത്തിരി ഇല്ലാത്ത നീയോ? ചേട്ടാ, ഞങ്ങളുടെ ബാക്കിലേക്ക് ഒന്ന് നോക്ക്. ഞങ്ങളുടെ 3 പേരുടെയും ബാഗ് അവളെ പിടിച്ചേക്കുന്നേ. അവളെ നന്നായി ജോലി എടുക്കും. അവളെ കൊണ്ട് ജോലി എടുപ്പിക്കാം. എന്നിട്ട് മാമന് പണി കിട്ടോ മക്കളെ? ഏയ്, എങ്ങനെ പണി കിട്ടാൻ? പോലീസോ മറ്റോ കണ്ടിട്ടുണ്ടെങ്കി എന്നെ പിടിച്ചുകൊണ്ട് പോകുവോ? ബാലവേല ചെയ്യിപ്പിച്ചെന്നും പറഞ്ഞ്. ഏയ്, ഇല്ല ചേട്ടാ, അവളങ്ങനെ ആരോടും പരാതി ഒന്നും പറയത്തില്ല. ചേട്ടനെ വേണമെങ്കിൽ ഈ കടമുറി മൊത്തം അടിച്ചു വാരി തുടപ്പിച്ച അവളെ കൊണ്ട്. ഞങ്ങൾക്കൊരു പരാതിയില്ലെന്നേ. ഞങ്ങൾക്ക് കഴിക്കാൻ 2 ആപ്പിൾ വേണം, അത്രേ ഉള്ളൂ. ഞാനേ അതിനു പറ്റിയ ഒരാളെ തപ്പി നടക്കായിരുന്നു. എന്നാ ചേട്ടാ, ഞങ്ങൾക്ക് ആപ്പിൾ ഇങ്ങോട്ട് എടുത്തോ. ആദ്യം നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യാണോന്ന് അറിയണ്ടേ? അവളോട് ആദ്യം ജോലി ചെയ്യാൻ പറ, എന്നിട്ടല്ലേ ആപ്പിള്. ദേ മുത്തേ, പറയുന്നത് കേട്ടില്ലേ? ഞങ്ങൾക്ക് ആപ്പിൾ കിട്ടണം. അതിന് നീ ഇയാള് പറയുന്ന ജോലിയൊക്കെ ഇവിടെ ചെയ്തു കൊടുക്ക്. വേണ്ട മണിക്കുട്ടി, ചെറിയമ്മ വഴിക്ക് പറയും നേരം വൈകി പോയാല്. മുത്തേ, നീ ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിലാവും ചെറിയമ്മയുടെ കയ്യിൽ നിന്ന് നിനക്ക് അടി കിട്ടുന്നത്. എന്താ മണിക്കുട്ടി, അച്ഛനെങ്ങാനും കണ്ടുവന്ന നല്ല അടി തരും നമുക്ക്. മണിക്കുട്ടി, അവളെ വലിച്ചിങ്ങോട്ട് കൊണ്ടുവാ, അല്ലാതെ അവൾ വരുമെന്ന് തോന്നുന്നില്ല. ഞാൻ വരാം. നിങ്ങൾ ആപ്പിൾ മേടിച്ചു അയാളെ കയ്യിൽ നിന്നും. ഞാൻ അവിടേക്ക് വൃത്തിയാക്കിക്കോളാം. മിടുക്കി കൊച്ച്. ഇന്ന് കോളടിച്ചല്ലോ. ഇന്ന് ആരെയാണാവോ ഞാൻ കണി കണ്ടത്? ഇന്ന് കണി കണ്ടവനെ തന്നെ നാളെയും കണി കാണണേ.